മോർണിംഗ്. അജിത് മോർണിംഗ്. അജിത് മോർണിംഗ്. കാലാവസ്ഥ കാര്യങ്ങളൊക്കെ സേഫ് ആണോ? മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രെയിനർ ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പൊ 2 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ സാർ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതുണ്ടല്ലോ. ഹലോ. യെസ്, പറഞ്ഞില്ല. അതിപ്പോ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ. നമ്മുടെ ഒരു ക്ലൈമറ്റിന്റെയും കാലാവസ്ഥയുടെ ഒക്കെ ഒരു പ്രശ്നം കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ബുദ്ധിയുള്ളവർക്ക് മുട്ടും. ഓക്കെ ഓക്കെ. ബുദ്ധിയില്ലാത്തവർക്ക് മുട്ടൂലല്ലോ. ശരിയാണ്. ഇവിടെ ക്യാമറ ഓണാക്കിയാലും ആരില്ലേ? മണിസാർ അവിടെ പോയിരുന്നു. മണിസാറിന് എന്ത് പറ്റി? മഴ ഇത് പോയാ? വെള്ളത്തിൽ പോയാ? ഇത് മഴയാ. അതെ, മണിസാറിനെ കാണാണ്ട്. ചിലപ്പോ ഇന്ന് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഇങ്ങനുണ്ട്. PM ആണ്, PM. പെരുമഴ. എല്ലാവരും ഇന്നത്തെ സെഷന്റെ പോസ്റ്ററും അതുപോലെ ഇന്ന് ആരാണ് സെഷൻ എടുക്കണേ, എന്താണ് ടോപ്പിക് നോക്കിയിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നോക്കി പറഞ്ഞുതരാം. നോക്കാതെ ആർക്കാ പറയാൻ പറ്റുക? ഹലോ. ഇപ്പൊ ആരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷീജ ചെക്ക് ചെയ്തിരുന്നോ? ടീച്ചർമാ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ദ മിത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ധവിശ്വാസത്തിനെ പറ്റിയല്ലേ? ഓക്കെ 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 ഓക്കെ. നമ്മുടെ ട്രെയിനറുടെ പേര്? അയ്യോ, അത് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, മാക്സിമം എല്ലാവരും സെഷനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനറുടെ പേര്, അവരുടെ ഏതാണ് സെഷന്റെ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ. ഓൾറെഡി നമുക്ക് സെഷൻസ് എടുക്കുന്ന ആളുകളായിരിക്കും, മേ ബി ചിലപ്പോൾ പുതിയ ആളുകളായിരിക്കും. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കും സാറല്ലേ? എന്താണ് മേ? സെഷൻസ് എടുത്തിട്ടുണ്ട്. നളിൻ അല്ലേ? നളിൻ. ഓക്കെ സാർ, എന്തായിരുന്നു ഇവിടെ അന്ധവിശ്വാസം പറഞ്ഞൊരു സാധനം ഉണ്ടോ? സാധനം ഉണ്ടോന്ന് വെച്ച സാധനം ഇല്ല, പക്ഷെ ഇന്നുണ്ടോന്ന് വെച്ചുണ്ടേനി. നമ്മളെ വിശ്വാസം മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമായിരിക്കും, മറ്റുള്ളവരുടെ വിശ്വാസം നമുക്ക് അന്ധവിശ്വാസമായിരിക്കും. അതല്ലേ ശരി? ശരി.
ഗോപിക വസന്തം ചൂടി വനമാലി. എവിടെ ഗോപിക ആള്? ഇതാ ഇപ്പൊ കേറുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറം ഇവിടെ സംഗീതം വരുന്നുണ്ട് തണുത്തിട്ട്. രസൊക്കെ പാടേ. സംഗീതേ വരുന്നുണ്ട് തണുത്തിട്ട് അറിയാം. ഇന്നലെ കുളിച്ചേണ്ടി സംഗീതം വരും ഇപ്പൊ. മനസ്സാറ് പോയതാണ്, കുളിച്ചാൻ പോയതാ. പുഴയിലേക്ക് കുളിക്കാൻ പോയി. മനസ്സാറ് കാണാനില്ല. നൗഫൽ സാറ് മലയിലാണ് കൊണ്ട്. ഓക്കെ റെഡ് അലർട്ട് ആയതുകൊണ്ട് വീട്ടിലാണ് നിക്കണോന്ന് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകൾക്ക് അവധി കൊടുത്തിരുന്നു ഇവിടെ. നമുക്ക് സാർ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ നളിൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നളിൻ സർ, പ്ലീസ് വെൽക്കം സർ. സർ ഓഡിയബിൾ ആണോ? ഓക്കെ ആണോ? ഹലോ. സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ നളിൻ സർ? ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ് സർ, ഓക്കെ ആണ്. ഓക്കെ ഗിവ് മി 1 മിനിറ്റ്. ഓക്കെ. എപ്പോഴും നിങ്ങൾ 6 o'clock അല്ലേ ഉണ്ടാവുക? ഇപ്പോ ഐ സ്റ്റിൽ ഹാവ് 8 minutes. ഓക്കെ, 1 minute. ഓക്കെ ഷുവർ. മഴയായോണ്ട് ഇവിടെ ഇലക്ട്രിസിറ്റി പോയിന്. സോ ഐ ആം യൂസിങ് മൈ മൊബൈൽ ഡേറ്റ. ഓക്കെ. ഇപ്പൊ വീഡിയോ ഉണ്ടാവില്ല, സോ പ്ലീസ്. ഓക്കെ സർ, കുഴപ്പമില്ല. ഓക്കെ, 1 minute മാം, ഞാനിപ്പോ ഷെയർ ചെയ്യാം. ഓ ഷുവർ. ഓക്കെ, ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യോ? ഓക്കെ. മാം ഇപ്പൊ ചെയ്യാം സർ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യില്ലേ? ഒരു 1 minute. നോക്കട്ടെ. ഇപ്പൊ കിട്ടി. ഓക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സർ വിസിബിൾ ആണ് കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്താ വെച്ചാൽ ബ്രേക്ക് ദ മിത്ത് എന്നാണ്. അപ്പോ ഇന്ന് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഫേക്ക് ന്യൂസ് ആണ്, അല്ല? ഓക്കെ, ഇത് കുറെ കൂടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. സോ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഫേക്ക് ന്യൂസ് ആണ്. നമുക്ക് എന്ത് ന്യൂസ് വന്നാലും നമ്മളത് വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഒരു ഫാന്റസിയാണ്, ഒരു നമ്മളെവിടെയോ കേട്ട ഒരു കഥയാണ്. അതിനൊരു എന്താ പറയാ, അത് പ്രൂവ് ചെയ്യാൻ ഒരു സംഭവമില്ല. അത് ഒരു ഡേറ്റ ഇല്ല, അതിനൊരു ഇൻഫർമേഷൻ ഇല്ല, അതിനൊരു പ്രൂഫ് ഇല്ല അത് എക്സിസ്റ്റ് ആകണമെന്നുള്ളത്. അതാണ് നമ്മൾ മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചില മിത്സ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു ടോപ്പിക് ആയിട്ട് ഞാൻ എടുക്കുന്നത്. നമ്മൾ റെഗുലർ ആയിട്ട് കാണുന്ന കേൾക്കുന്ന ചില മിത്സ് നമ്മൾ ഇന്നും ബ്രേക്ക് ചെയ്യാൻ പോകണം. സോ നമ്മൾ ഷാൽ വി ഗോ അഹെഡ് വിത്ത് ഇറ്റ് ടീം? എല്ലാരും ഉറക്കം മൂഡിൽ തന്നെയാണല്ലേ?
ഓക്കെ അല്ല സാർ കേൾക്കുന്നുണ്ട്. യെസ് താങ്ക് യു സോ മച്ച് സർ. അത് സെഷൻ തരുമ്പോഴേ രാവിലെ ആരും സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരം അവരെല്ലാം ഉറങ്ങിപ്പോയി. ഓക്കെ സോറി. ഓക്കെ സോ നമ്മൾ അങ്ങനത്തെ ചില മിത്സ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ അതിലും ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മിത്ത്, ലെഫ്റ്റ് ബ്രെയിൻ പീപ്പിൾ ആർ ലോജിക്കൽ, റൈറ്റ് ബ്രെയിൻ പീപ്പിൾ ആർ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ത്. ഈ മിത്ത് എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ല. ഓക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ താങ്ക് യു വിൻസെന്റ് സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഇത് കുറെ കാലമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇങ്ങനെ ലെഫ്റ്റ് ബ്രെയിനിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ലോജിക്കൽ ആയിരിക്കും, റൈറ്റ് ബ്രെയിനിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്, ബ്രെയിനിൽ 2 ഹെമിസ്ഫിയേഴ്സ് ഉള്ളത്. അത് താഴെ കാണാം. ഇതാണ് ബ്രെയിനിന്റെ ഒരു ചെറിയൊരു പിക്ചർ. ഓക്കെ, ബ്രെയിനിൽ 2 ഹെമിസ്ഫിയേഴ്സ് ഉള്ളത്. അത് കണക്ട് ചെയ്യുന്നത് ഒരു കോർപ്പസ് ക്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെർവ് ആണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബ്രെയിനിന്റെ ബ്രെയിനിന്റെ 2 സൈഡും മോസ്റ്റ്ലി വർക്കാകും. അത് എങ്ങനെ വർക്കാകും എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഒരാൾ ഈ സംഭവം മാത്രമേ ലോജിക്കൽ ആണ്, ഈ സംഭവം ക്രിയേറ്റീവ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുക? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അതായത് പേഴ്സണാലിറ്റിയും സ്കിൽസും വെച്ച് നോക്കുമ്പോൾ ഓരോരോ ഇൻഡിവിജ്വലിനും ഓരോരോ സ്റ്റൈൽ ഉണ്ടാകും. നമ്മൾ എല്ലാവരും ലോജിക്കലും ലോജിക്കലായിട്ടും നമ്മൾ ആലോചിക്കും, ക്രിയേറ്റീവായിട്ടും നമ്മൾ ആലോചിക്കും. ഓക്കെ, അപ്പോ ഒരാൾ ലോജിക്കലായിട്ട് മാത്രമേ ആലോചിക്കുള്ളൂ, അയാൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ലോജിക്കലായിട്ടും ആൾക്കാർ ആലോചിക്കും, ക്രിയേറ്റീവായിട്ടും ആലോചിക്കും. രണ്ടും ഒരാൾക്കുണ്ട്. ആ ടാലന്റ് രണ്ടും ഒരാൾക്കുണ്ട്. പിന്നെ ഈ ടാലന്റ് ഇൻ ലോജിക്കൽ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞത് ഒരു സൈഡ് ഓഫ് ബ്രെയിനിലേക്ക് മാത്രം നമുക്ക് ഒരിക്കലും ഒതുക്കാൻ പറ്റില്ല. പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് ഇന്റലിജൻസ് ആൻഡ് എബിലിറ്റീസ് ആർ മൾട്ടി ഡിമെൻഷണൽ. അപ്പൊ നമ്മൾ ഒരാൾക്കൊരു ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ല ഇന്റലിജൻസ് ഉണ്ടാകുക. പല കാര്യത്തിൽ അയാൾക്ക് ഒരു ടാലന്റ് ഉണ്ടാകും, പല കാര്യത്തിൽ അയാൾക്ക് എന്താ പറയാ ഒരു ഇന്റലിജൻസ് ഉണ്ടാകും. അത് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലോജിക്കൽ തിങ്കിങ് ആണെന്ന് മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ മിത്ത് ബ്രേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് ബ്രെയിൻ പീപ്പിൾ ആർ ലോജിക്കൽ, റൈറ്റ് ബ്രെയിൻ പീപ്പിൾ ആർ ക്രിയേറ്റീവ് എന്നുള്ള മിത്താണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഓപ്പോസിറ്റ്സ് അട്രാക്ട്. ഇത് പല ആൾക്കാർ ബിലീവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വെച്ചാൽ ഇന്ന് ഫാമിലി കോർട്ടിൽ നമുക്ക് ഇത്രയും കേസസ് നടക്കാനുള്ള ഒരു ചാൻസും ഇല്ല, അല്ലെ? ഹലോ, ഓഡിബിൾ? യെസ് സർ, താങ്ക് യു സർ. സർ, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും. കാരണം എന്താ വെച്ചാല് ഞാൻ കണക്ട് ചെയ്യുന്നത് എന്റെ മൊബൈലിൽ നിന്നാണ്. സോ കണക്ട് ആകുന്നുണ്ടോ എന്നുള്ള അറിയില്ലല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. സോ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ലൈഫ് പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ഇഷ്ടം എന്താണ്, അതിനുള്ള അതേ ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുത്തോ, അല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ തെരഞ്ഞെടുത്തോ? ലോജിക്കലായിട്ട് നിങ്ങൾ ഇതിനൊരു ആൻസർ. സെയിം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. യെസ്, സെയിം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുള്ളൂ, അല്ലെ? ബിക്കോസ് ഓപ്പോസിറ്റ് ഉള്ളപ്പോൾ നമുക്ക് നാച്ചുറലി ഓപ്പോസിറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവമല്ലേ ഓപ്പോസിറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് ടേസ്റ്റ് ഉള്ള ഒരാള് നമുക്ക് ഒരിക്കലും. യെസ് മാം. ഓക്കെ, ഓപ്പോസിറ്റ് ടേസ്റ്റ് ഉള്ള ആളെ ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യൂല. കാരണം എന്താ വെച്ചാല് നമുക്ക് ഇഷ്ടമില്ലാത്തതല്ലേ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രിഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ സയൻസ് പറയുന്നത് വെച്ചാൽ കോമ്പാറ്റബിലിറ്റി ബേസ് ചെയ്ത് നോക്കുമ്പോൾ പീപ്പിൾ ഓഫൻ പ്രിഫർ പാർട്ട്നേഴ്സ് വിച്ച് ഹാവ് സിമിലർ വാല്യൂസ്, ഇൻട്രസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്. നമ്മളെപ്പോഴും വേറൊരാളെ ഒരു പാർട്ട്ണറിന് തരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെപ്പോലും നമ്മൾ വിചാരിക്കുന്ന പോലെയോ അല്ല, നമ്മളെ ഇഷ്ടങ്ങൾ എന്താണോ അതേപോലെയുള്ള ഒരാളെ നമ്മൾ പ്രിഫർ ചെയ്യുള്ളൂ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും സെയിം ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഫോർ എക്സാമ്പിൾ,
ഒരാൾ ഒരു ഇന്റർവേർട്ട് ആണ്, ഒരാൾ എക്സ്ട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങാവും. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുമല്ല. ഫാമിലി ലൈഫിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഓക്കെ, അപ്പോൾ ലോങ് ടേം സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും അത് സ്റ്റഡീസ് ഓൾവേസ് ഇൻഡിക്കേറ്റ് ദാറ്റ് കപ്പിൾസ് വിത്ത് മോർ സിമിലാരിറ്റീസ് ടെൻഡ് ടു റിപ്പോർട്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് രണ്ടാളെ വ്യൂസും നമ്മള് രണ്ടാളെ വ്യൂസും ഒരേ കേൾക്കുന്നില്ല. ഓക്കെയാണ്. ബെഞ്ചി സാർ ഒന്ന് ഇവിടെയാണോ സംസാരിക്കുന്നത്? ഇല്ലെങ്കിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യാവോ? നളിൻ Okay. സർ ചെയ്തോളൂ. Yeah, I'll go ahead. Okay. 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 അപ്പൊ ഇതെന്ന് വെച്ചാല് നമ്മൾ കപ്പിൾ വിത്ത് മോർ സിമിലാരിറ്റീസ് ടെൻഡ് ടു റിപ്പോർട്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് നമ്മൾ എപ്പോഴും ഫാമിലി കോർട്ട് കേസസിലൊക്കെ പോയി കഴിയുന്നത്, ഡിവോഴ്സ് കേസസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി മനസ്സിലാകുന്ന ഒന്നാണ്, എന്റെ ഒരു ലൈഫിൽ സെറ്റ് ആകൂല സർ, അവൻ സെറ്റ് ആകൂല അല്ലെങ്കിൽ അവള് സെറ്റ് ആവില്ല. കാരണം ഞാൻ തിങ്ക് ചെയ്യുന്നത് വേറെയാണ്, അവര് തിങ്ക് ചെയ്യുന്നത് വേറെയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഓപ്പോസിറ്റ്സ് ഒരിക്കലും അട്രാക്ട് ചെയ്യൂല. ഓപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന ഒറ്റൊരു സ്വരം മാഗ്നറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമേ നമ്മൾ ഓപ്പോസിറ്റ്സ് അട്രാക്ട് ചെയ്യുള്ളൂ. ആ ഒരു ബേസിസിൽ നമ്മൾ അതൊരു മിത്തായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇന്ന് ആ മിത്ത് നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. മൂന്നാമത്തെ മിത്ത്, വി ഓൺലി യൂസ് 10% ഓഫ് അവർ ബ്രെയിൻ. ഇത് കുറെ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ്. വി ഓൺലി യൂസ് 10% ഓഫ് അവർ ബ്രെയിൻ ആണ്. അത് ടോട്ടലായിട്ട് ഒരു എന്താ പറയാ, ഒരു മിത്താണ്. കാരണം എന്താ വെച്ചാൽ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മൾ വെച്ച് നോക്കാൻ വെച്ചാൽ, ലോജിക്കലായിട്ട് നമ്മൾ ബ്രെയിൻ ആക്ടിവിറ്റി വെച്ച് നോക്കാൻ വെച്ചാൽ, ന്യൂറോ ഇമേജിങ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ബ്രെയിനിന് ഫങ്ഷൻ എപ്പോഴും ആക്റ്റീവ്ലി ആയിരിക്കും, എല്ലാ ടൈമിലും ആക്റ്റീവ്ലി ആയിരിക്കും. എത്ര ചെറിയൊരു ടാസ്ക് നമ്മൾ ചെയ്യുമ്പോഴും ബ്രെയിനിന്റെ ഫങ്ഷൻ എല്ലാ ടൈമും ആക്റ്റീവ്ലി ആയിരിക്കും. പിന്നെ ബ്രെയിനിൽ ഓരോരോ സ്ഥലമുണ്ട്, ലൈക്ക് ഓരോരോ സ്ഥലത്തുനിന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് സെൻസറി പ്രോസസ്സിങ്. സെൻസറി പ്രോസസ്സിങ് പറഞ്ഞാൽ നമ്മൾ ഒരു തൊട്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്താലോ ഉള്ള സംഭവം എന്താണെന്നുള്ളത് അതെങ്ങനെ ബ്രെയിൻ പ്രോസസ് ചെയ്യും. മോട്ടോർ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളെ കൈയും കാലും നടക്കുന്നുണ്ടല്ലോ, കൈയും കാലും ഒക്കെ വീശി എന്താ പറയാ മൂവ് ആകുന്നുണ്ടല്ലോ, അതിനൊക്കെ മോട്ടോർ കൺട്രോൾ എന്ന് പറയും. സോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 100% നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിന് നമ്മൾ നോക്കാൻ വെച്ചാൽ ഏകദേശം മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നിട്ട്, കുരങ്ങുന്ന ഇവോൾവ് ചെയ്ത് വന്നിട്ട് അല്ലേ. അപ്പൊ കുരങ്ങുന്ന ഇവോൾവ് ചെയ്ത് വന്നിട്ട് ഇത്ര കാലമായിട്ടും നമ്മൾ 10% ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് എത്ര ലോജിക്കൽ ആയിരിക്കും? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ. പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ലൈക്ക് ആലോചിക്കുമ്പോഴും ഡിസിഷൻ മേക്കിങ്ങിലും. സയൻസ് എന്താ പറയുന്നത് വെച്ചാല് ഒരു മനുഷ്യന് അറ്റ് എ ടൈം 4 കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം ആലോചിക്കാൻ പറ്റും. ഓഡിബിൾ? Yes, sir. Thank you so much. Okay. ടൈം നമുക്ക് 4 കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ ഈ സെഷൻ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മൈൻഡിൽ വേറൊരു കാര്യം ഓടുന്നുണ്ടാവും, അത് 2. അതേപോലെ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ അറ്റ് എ ടൈം ആലോചിക്കാൻ പറ്റും ഒരു മനുഷ്യൻ. അപ്പൊ ഈ ഇത്രയും യൂസ് ചെയ്യുന്ന ബ്രെയിന് നമുക്ക് 10% മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഇത് ആക്ച്വലി 1900s വന്ന ഒരു സ്റ്റഡിയാണ്. ഡോക്ടർ സാറ എന്ന് പറഞ്ഞുള്ള സ്റ്റഡിയിൽ വന്നൊരു സംഭവമാണ് ഇത്. ഇത് ആരും എന്താ പറയാ, കുറെ 2013 വരെ ഈ മിത്ത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. 2013 സയൻസ് ഡേറ്റ അടക്കം യൂസ് ചെയ്തിട്ടാണ് ഈ മിത്ത് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, സോ പിന്നുള്ള ഒരു മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ലൂസ് മോസ്റ്റ് ഓഫ് യെസ് സർ. ഈ 10% ഓഫ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ചില ആൾക്കാരില് ബ്രെയിനിന്റെ യൂസേജ് വളരെ കൂടുതലില്ല. ഫോർ എക്സാമ്പിൾ സയന്റിസ്റ്റ് ഉണ്ട്, ഒരു സാധാരണ മനുഷ്യനും ഒരു സയന്റിസ്റ്റും അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്ന ആളോ എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ആളോ അവരുടെ ബ്രെയിൻ വർക്ക് കുറച്ച് കൂടുതലല്ല, അവർക്ക് ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലല്ല. എങ്ങനെയാണ് സാർ, ഓൺ വാട്ട് ബേസിസ് നമ്മൾ പറയുന്നത്? ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് എന്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതേ സമയത്ത് ഇപ്പൊ സാറ് എന്നെക്കാട്ടിയും കൂടുതൽ അറിവുള്ള ആളാണ്.
സാറിന്റെ ആ, ബ്രെയിൻ കുറച്ചുകൂടെ കൂടുതലാണ്. അതുപോലെ ഒരു അങ്ങ ഇപ്പൊ മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ആൾക്കാർ ഉം, 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 ചില മാത്തമാറ്റിക് വിശദാംശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ശകുന്തള ഉം. ദേവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അവരുടെ ബ്രെയിൻ വളരെ കൂടുതലാണ് പ്രവർത്തിക്കുന്നത്. ആക്ച്വലി അങ്ങനത്തെ ഒരു സ്റ്റഡി എവിടെയെങ്കിലും സാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഞാൻ പറയണത് എല്ലാവർക്കും 10% ഓഫ് ബ്രെയിൻ മാത്രമേ യൂസ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു. ചില ആൾക്കാർക്ക് ബ്രെയിൻ യൂസേജ് 10% കൂടുതൽ ഉണ്ടാവില്ലേ എന്ന് സംശയം. ഇല്ല സാർ ഇറ്റ്സ് ഓൾ ഹൗ വി യൂസ് ഇറ്റ് എന്നേ ഉള്ളൂ. അല്ലാണ്ട് വി ഓൺലി യൂസ് 10% ഓഫ് അവർ ബ്രെയിൻ എന്നുള്ളൊരു സംഭവമല്ല. നിങ്ങളിപ്പോ പറയുന്നത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും ശകുന്തള ദേവി എക്സ്ട്രാ യൂസ് ചെയ്യുന്നല്ല. ഓക്കെ, എല്ലാവരുടെ ബ്രെയിനും സിമിലർ ആയിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുള്ളൂ. പക്ഷെ അത് എങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ റീകളക്ട് ചെയ്യുന്നത്, ആ ബ്രെയിനിൽ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്ത് എക്സ്ട്രാ നിങ്ങൾ അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് വാട്ട് മേക്സ് ലെജൻഡ്സ്. ഓക്കെ 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 സർ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആകുക സെഷൻ. ഓക്കെ 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 സോ ദ നെക്സ്റ്റ് പോയിന്റ്, ഓക്കെ, യു ലൂസ് മോസ്റ്റ് ഓഫ് യുവർ ഹീറ്റ് ത്രൂ യുവർ ഹെഡ്. ഇത് ഒരു സമ്മർ ടൈമിലുള്ള ഭയങ്കര ഒരു മിത്തല്ലേ. നമ്മൾ തലയിൽ കൈ വെച്ചിട്ട് പറയും, ഓ എന്തൊരു ചൂട് ഇങ്ങനെ പോകുന്നു, ബോഡിയിൽ നിന്ന് ചൂട് പോകുന്നു എന്ന് പറയും. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ലോസ് അക്കേഴ്സ് ത്രൂ എനി എക്സ്പോസ് സ്കിൻ. നമ്മളെ ബോഡിയിൽ നിന്ന് എല്ലാ സ്ഥലത്തും ചൂട് നമുക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി ദാറ്റ് നമ്മളതെല്ലാം കവർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് മാത്രം നമുക്കത് അറിയുന്നില്ല. നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ചൂട് എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് ചൂട് നമ്മളെ ബോഡിയിൽ നിന്ന് ചൂട് പോകും. പിന്നെ ഈ തലേന്ന് മാത്രം ചൂട് പോകാൻ അധികമുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് തലമുടി എന്നുള്ളത് നമുക്ക് ബ്ലാക്ക് ആണ്. അപ്പൊ നാച്ചുറലി ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ തലയിൽ കൈ വെച്ച് തോന്നുന്നത്, അയ്യോ എന്തൊരു ചൂട്, എനിക്ക് ബോഡിയിൽ നിന്ന് എന്തൊരു ചൂട് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ കുളിക്കാൻ പോകുമ്പോ ഷവർ ഓൺ ചെയ്താല് ആദ്യത്തെ ഒരു 2 സെക്കൻഡിൽ എനിക്ക് അറിയാം തലേന്ന് ചൂട് ഇറങ്ങി പോകുന്നത് എനിക്ക് അറിയാലോ. അപ്പൊ തലേന്നല്ലേ ചൂട് പോകുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ ഷവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളെ ബോഡിയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും ചൂട് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഫീലിംഗ് ആണ്, ബിക്കോസ് തലേ കൂടിയാണ് വെള്ളം താഴത്തേക്ക് നിങ്ങൾ ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഫീലിംഗ് എന്താണ്, തലേന്നാണ് ആ വെള്ളം ചൂടായി പോകുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യമില്ല. നമ്മളെ ബോഡിയിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്നും ചൂട് ഒരേപോലെയാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ പോയിട്ടിരിക്കുമ്പോ ചൂട് കാലത്ത് തന്നെ നിങ്ങളെ വയറ് തൊട്ട് നോക്കൂ, അത് ചൂടുണ്ടാവും. അപ്പൊ നമ്മള് നോർമലി എന്താ വിചാരിക്കുക, വയറ്റിന്റെ ഉള്ളിലുള്ള ചൂടാണെന്ന് വിചാരിക്കുക. പക്ഷെ അതല്ല, ചൂട് പുറത്തേക്ക് പോകുന്ന തന്നെയാണ്. നമ്മൾ സ്കിന്നിൽ കൂടി തന്നെ നമുക്ക് പുറത്തേക്ക് പോകും. പിന്നെ ചൂട് തലേന്ന് പോകുന്നുള്ള നമുക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ അപ് ടു 7 to 10% ഓഫ് നമ്മളെ ബോഡി തല തന്നെയാണ്. അപ്പൊ ഒരു മെയിൻ പാർട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് പോകുന്ന പോലെ തോന്നുന്നല്ലാണ്ട് അതിനൊരു സയൻസോ ഒരു എവിഡൻസോ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കോൾഡ് സീസൺ, ഇപ്പൊ മഴക്കാലത്തൊക്കെ നമ്മൾ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് തലയിൽ തൊപ്പി വെക്കുന്നതിന്റെ മെയിൻ കാരണം അതാണ്. ബിക്കോസ് അവർക്ക് ചൂടോ അല്ലെങ്കിൽ തണുപ്പോ തലയിൽ കൂടി ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് അവര് നമ്മളെപ്പോഴും തൊപ്പി ഇട്ടിട്ട് നമ്മൾ കുട്ടികളെ, കാരണം എന്താ വെച്ചാൽ ഹീറ്റ് ലോസ് മിനിമൈസ് ചെയ്യാനാണ്, അതേപോലെ ബോഡിയിലെ ഫുള്ള് കവർ ചെയ്യാനാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് മൊത്തം പോകുന്നുണ്ട് എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് വേർക്കുന്നത്. നമ്മൾ വേർക്കുമ്പോ എങ്ങനെ, ബോഡിയിൽ ഉള്ളിൽ നിന്നല്ലേ വേർക്കുന്നത്. അതെന്താ വെച്ചാൽ ചൂട് പുറത്തേക്ക് പോകാണ്. ചൂട് പുറത്തേക്ക് പോകാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, വഴിയില്ലാത്തതുകൊണ്ട് അത് വെള്ളമായിട്ട് സ്വെറ്റായിട്ട് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ മിത്തും ബ്രേക്ക് ചെയ്യുന്നു, യു ലൂസ് മോസ്റ്റ് ഓഫ് യുവർ ഹീറ്റ് ത്രൂ യുവർ ഹെഡ് എന്നുള്ളത്. പിന്നെ ഉള്ളത്, ദ ടങ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് സെക്ഷൻസ്. ഇത് ഒരു പഴയ ഒരു മിത്താണ്. നാക്കിന്റെ മുൻവശത്തിൽ പുളി ഉണ്ടാകും, പിൻവശത്തിൽ മധുരം ഉണ്ടാകും എന്നുള്ളൊക്കെ ഒരു മിത്തുണ്ട്. അങ്ങനത്തെ ഒരു മിത്തേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നാക്കിന്റെ ഏത് സൈഡും വെച്ച് നോക്കി, അതിന് ടേസ്റ്റ് ഒരേപോലെ തന്നെ ഉണ്ടാവും. അതിന് വേറെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ നാക്കിന്റെ എല്ലാ സ്ഥലത്തും ഉള്ള സാധനമാണ് ടേസ്റ്റ് ബഡ്സ്. അത് ഈവൻലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട്. ഓക്കെ,
അതിന് ഈ ഫ്ലേവർ ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫ്ലേവർ ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നാവ് യൂസ് ചെയ്യുന്നില്ലേ, ആ നാവ് ഫുള്ളി യൂസ് ചെയ്യുമ്പോൾ അതിൽ പരിപ്പ് കറിയും ഇറച്ചിക്കറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത് നാക്ക് കൂടിയല്ലേ. അതിന്റെ ഒരു പാർട്ട് മാത്രം വെച്ചിട്ടേ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരിക്കലും അല്ലല്ലോ. പിന്നെ ഈ ടങ് മാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം 1900 ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ ടങ് മാപ്പ് എന്ന് പറയാം. നമ്മളിപ്പോ ഈ സ്കൂളിലൊക്കെ കാണിക്കുന്നില്ല, ഒരു നാക്കിന്റെ പിക്ചർ കാണിച്ചിട്ട് സ്വീറ്റ് ഗ്ലാൻസ് അങ്ങനെയൊക്കെ കാണിക്കും. അതൊക്കെ 1900 ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ആ ടങ് മാപ്പ് എന്ന് പറഞ്ഞത്. അത് അന്ന് അവർക്ക് നാക്കിൽ എന്തൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഈ സൈഡ് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള പറഞ്ഞു കിടക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സത്യമില്ല. ഇൻ റിയാലിറ്റി ഓൾ ടേസ്റ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ടേസ്റ്റ് ബഡ്സ് അറ്റ് വേരിയസ് ലൊക്കേഷൻസ്. നാവിൽ നിങ്ങൾ എന്ത് വെച്ചാലും ഏത് സ്ഥലത്ത് വെച്ചാലും അത് ടേസ്റ്റ് അത് ചെയ്യും. ചില സ്ഥലത്ത് അതിന്റെ ടേസ്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും കുറയും. അതിന്റെ കാരണം ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവര് നാക്കുന്ന വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു സിനിമയില് കല്യാണരാമൻ സിനിമയില് ലാല് പറയുന്ന ഒരു ഇതുണ്ട്, ഞാൻ ബീഡിയും സിഗരറ്റും വലിച്ചിട്ട് ഇതിന്റെ രുചിയൊന്നും എനിക്ക് അറിയില്ല എന്നോ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എന്താ വെച്ചാല് നമ്മൾ വായിലേക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അതിന്റെ ടേസ്റ്റ് നമുക്ക് പ്രോബബ്ലി മാറിപ്പോകും. പിന്നെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് കാണിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അഡ്വാൻസ് ടെക്നിക്ക് കാണിക്കുന്ന വെച്ചാൽ എല്ലാ നാവിലുള്ള എല്ലാ സൈഡിലുള്ളതിനും എല്ലാ ടേസ്റ്റും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ മിത്തും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ we are already running short of time, I think. Okay, എന്റെ ഡേറ്റ ഇതാണ്, പിന്നെ ബാറ്ററി കുറവാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കേട്ടിട്ടുള്ള മിത്ത് എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മിത്ത് പറഞ്ഞുതരാം. ഒറ്റ മൈനയെ കണ്ടിട്ടുണ്ടെങ്കിൽ കഷ്ടകാലം വരും എന്നുള്ള ഒരു മിത്ത് നമ്മളിപ്പോ പ്രിവലന്റ് ആയിട്ട് നമ്മളെ കേരളത്തിലുണ്ട് അല്ലെ? അതുപോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും മിത്സ് ഒക്കെ നിങ്ങൾ കേൾക്കാറുണ്ടോ? ക്രോസ് ചെയ്താൽ അപകടം എന്നൊക്കെ പറയും. ആ പൂച്ച അല്ലെ, ആ പൂച്ചക്ക് കളറും വെച്ചു അല്ല, ബ്ലാക്ക് പൂച്ച, കറുത്ത പൂച്ച. യെസ്, വേറെ എന്തെങ്കിലും മിത്സ് ഉണ്ടോ അതുപോലെ? വേറെ ഉണ്ട്, ബ്രാഹ്മണരുണ്ടല്ലോ, ബ്രാഹ്മണര് ഒറ്റയ്ക്ക് ഒരു ബ്രാഹ്മണൻ വരുന്ന കണ്ടാൽ അത് അപശകുനാണെന്ന് പറയും. അപശകുനാണെന്ന്? ഓക്കെ ഓക്കെ ഓക്കെ, പാലക്കാട് സൈഡിലുള്ള ഒരു ഇതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ഈ കിടക്കുമ്പോഴത്തേക്ക് ഇടതുവശം ചെരിഞ്ഞെഴുന്നേറ്റ് അത് നല്ലതായിരിക്കില്ല, വലതുവശം ചെരിഞ്ഞെഴുന്നേക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ടെന്ന് തോന്നുന്നു മാഡം. നമ്മൾ കിടക്കുന്ന, ഐ എം നോട്ട് ഷുവർ, പക്ഷെ അതിന്റെ പിന്നിൽ എവിടെയോ ഒരു സയൻസ് ഉള്ള പോലെ ഉണ്ട്. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോ ഉണ്ടായിരുന്ന ഒരു മിത്ത് ഉണ്ട്, അമ്മ പറയുന്നത് എപ്പോഴും, പുതപ്പിന്റെ പുറത്ത് കാലുണ്ടെങ്കിൽ കോക്കാച്ചി ഒന്ന് പിടിക്കും എന്ന് പറയും. അത് നിങ്ങൾ എത്ര ആൾക്കാർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ കുറെ കാലം അത് വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എപ്പോഴും കിടക്കുന്നത് പുതപ്പിന്റെ ഉള്ളിൽ ഫുള്ള് കാലും കയ്യൊക്കെ ഉള്ളിലിട്ടിട്ടാണ് കിടക്കുക. ലൈക്ക് പുറത്തേക്കേ ഉണ്ടാവൂല വേർപ്പ്. സമ്മർ കാലത്തിലൊക്കെ നല്ല വേർപ്പുണ്ടാവും ഉള്ളില്. അപ്പൊ അങ്ങനത്തെ കുറെ മിത്സ് നമ്മളെ ലൈഫിൽ നമ്മളുണ്ടല്ലേ. നമ്മൾ വലുതായി വരുമ്പോ നമ്മൾ കുറെ കൂടെ റിയാലിറ്റി മനസ്സിലാവും. ഇതൊക്കെ ജസ്റ്റ് ഒരു മിത്താണ്, അങ്ങനത്തെ ഒരു ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അതേ കഥകൾ നമ്മളെ കുട്ടികളെടുത്ത് പറയും. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിത്സ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യാത്ര ചെയ്യുമ്പോ എന്താണ് മാഡം? ചൂല് മുറ്റം അടിച്ചോണ്ട് നമ്മള് വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും മുറ്റടിച്ചോണ്ടിരിക്കുമ്പോ അല്ലേ? ഹലോ, ചൂല് പിടിച്ച് നിൽക്കണത് കാണുകയാണെങ്കിൽ നല്ലൊരു മിത്താണ് മാഡം. പിന്നെ ഇടങ്ങണ്ണ് തുടിച്ചാ കരയും, അങ്ങനെ ഉണ്ടല്ലോ. വലത് കണ്ണ് തുടിച്ചാല് പൈസ എന്താ അങ്ങനത്തെ എന്തോ ഇതില് പൈസ വരാനുണ്ട് എന്നുള്ള ഒരു കണക്കൊക്കെ ഇല്ല മാഡം. കൈ ചൊറിയാൻ ഇടങ്ങണ്ണ് തുടിച്ചാ കരയുന്ന് പറയുമല്ലോ.
ലെഫ്റ്റ് ആയി അല്ല. ഓക്കെ 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 ഓക്കെ. പിന്നെ അതൊക്കെ ഒരു മിത്തല്ലേ. യാത്ര ഇറങ്ങുമ്പോ പുറകോട്ട് വിളിക്കരുതെന്ന്. അതേപോലെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു മിത്ത്. ഓക്കെ ഓക്കെ സാറേ ഈ ഓക്കെ. കിടക്കട കാര്യം പറയുമ്പോഴേ കിടക്കട കാര്യത്തില് തെക്കോട്ടോ വലത്തോട്ടോ അല്ല വടക്കോട്ടോ അതാ വെക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ടല്ലോ. അതിലെന്തെങ്കിലും സയന്റിഫിക് റീസൺ ഉണ്ടോ? സർ സയന്റിഫിക് റീസൺ എനിക്ക് എവിടെ വായിച്ച പോലെ ഉണ്ട് സർ. ബട്ട് ഞാൻ നോക്കാം. എന്നുവെച്ചാല് എനിക്കിത് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണ്? നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം ലെഫ്റ്റിലേക്ക് കിടന്നാലാണ് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറെ കൂടെ വർക്ക് ആകാം. അങ്ങനെ എന്തോന്ന് കേട്ട പോലെ ഉണ്ട്. ഞാൻ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ അജിഷ മാഡം ഞാൻ അയച്ചു കൊടുക്കാം. പ്രോബബ്ലി അജിഷ മാഡം നിങ്ങൾ എല്ലാവരുടെ അടുത്ത് നാളെ ഒറ്റ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം സാർ. ഓക്കെ. അതുപോലെ തന്നെ ഏത് ദിശയിലേക്കാണ് തല വെക്കണം എന്നുള്ളത്. തെക്കോട്ട് വെക്കാൻ പാടില്ല, കിഴക്കോട്ട് വെക്കാൻ പാടില്ല, അങ്ങനെ സംതിങ്. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഐ മീൻ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നോക്കാൻ പാടില്ല എന്നൊക്കെ. ഓക്കെ. ഇത് ഇന്നിപ്പോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. യെസ് മാം, പറയൂ മാം. ഷിജ മാം. ഓക്കെ. യെസ് മാം, കണ്ടിന്യൂ ചെയ്തോളൂ സർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇത്രയും മിത്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ? ഓ ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന അത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ലടാ. എന്റെ ഒരു ചെറിയൊരു സജഷൻ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു അപ്പീലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. എല്ലാവരുടെ മൊബൈലിലും ഹോം സ്ക്രീനിലും ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാർ ഉണ്ട്. അത് നമ്മൾ ആരും യൂസ് ചെയ്യല്ല. നിങ്ങൾ നാളെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഗൂഗിൾ സെർച്ച് പോയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അത് സത്യമാണോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കും. ബിക്കോസ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫേക്ക് ന്യൂസ് കൊണ്ട് ആൾക്കാർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു. എന്ത് രാഷ്ട്രീയമായാലും ശരി, മതപരമായാലും ശരി, വിശ്വാസത്തിന്റെ പേരിലായാലും ശരി, എന്തിന്റെ പേരിലായാലും നമ്മൾ ഈ ഫേക്ക് ന്യൂസിന്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയിട്ടാണ് നമ്മൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ നമ്മളെ പോലുള്ള ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ 10 ആളുണ്ടെങ്കിൽ ഈ 10 ആളെങ്കിലും അതൊന്ന് നിർത്താൻ നോക്കുക. ആദ്യം കിട്ടുന്ന ന്യൂസ് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ അത് വെരിഫൈ ചെയ്ത് നോക്കുക. അത് സത്യമാണോ, ഇതിൽ എത്ര സത്യം ഉണ്ട്, അല്ലെങ്കിൽ ഈ ന്യൂസ് എവിടുന്നാ പുറപ്പെട്ടെ, ഈ ഫേക്ക് ന്യൂസ് എവിടുന്നാ പുറപ്പെട്ടെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടാത്ത വാട്സാപ്പ് ഫോർവേഡ്സ് ടോട്ടലായിട്ട് നിർത്തുക. ബിക്കോസ് നിങ്ങൾ ഒരു വാട്സാപ്പ് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളെ വ്യൂസ് ആണ് എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഫേക്ക് ആയിട്ടുള്ള വാട്സാപ്പ് ഫോർവേഡ്സും ഈ വേണ്ടാത്ത കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നിർത്തുക. ബിക്കോസ് ഈ ലോകം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉള്ള ഒരു ലോകമാണ്. ഈ ചെറിയൊരു ലോകമാണ്. കുറച്ചു കാലം നമ്മൾ എല്ലാവരും ജീവിക്കുന്നു. ഈ ജീവിതം നമ്മളെല്ലാവരും സന്തോഷമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തോടെ നമുക്ക് ജീവിച്ചു പോവുക. ഈ വേണ്ടാത്ത ഫേക്ക് ന്യൂസും മിത്സിലൊക്കെ നമ്മൾ വീട്ട് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കേണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്റെ പേര് നളിൻ വിജയ രാഹുൽ എന്നാണ്. ബ്രോ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് കുറെ കൂടി ഇഷ്ടം. നിങ്ങൾ വീഡിയോ കാണാത്തതുകൊണ്ട് റൈറ്റിലുള്ളതാണ് എന്റെ ഫോട്ടോ. ഈ ഫോട്ടോ കുറെ പഴയ ഫോട്ടോ ആണ്. ഇപ്പൊ ഈ ബ്ലാക്ക് ആയിട്ട് കാണുന്ന എല്ലാ സാധനം വൈറ്റ് ആയി കഴിഞ്ഞു. ഞാനൊരു സ്ട്രാറ്റജിക് അനലിസ്റ്റ് ആണ്, ബിസിനസ് കോർപ്പറേറ്റ് ട്രെയിനർ ആണ്, ഒരു ബിസിനസ് ഡെവലപ്പർ ആണ്, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ ആണ്, 6 സിഗ്മ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആണ്, ITIL സർട്ടിഫൈഡ് ആണ്. എന്റെ കമ്പനീന്റെ പേരാണ് കേഴ്സ് ഫൈൻഡർ കൺസൾട്ടിംഗ് എന്നുള്ളത്. ബിസിനസ് കൺസൾട്ടിംഗ് ഫോം ആണ്. ബ്രെയിൻ മാപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിങ് ആണ് ഇതിൽ. എപ്പോഴും ആലോചിക്കും, എത്രക്കെത്ര ആലോചിക്കുന്നു അത്രയ്ക്കത്ര ഞാൻ മറന്നുപോകും. ഞാൻ വലിയൊരു ഗെയിമറാണ്. യേശുദാസിന്റെ ഫാനാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാനാണ്, CSKന്റെ ഫാനാണ്. താഴത്തുള്ളതാണ് എന്റെ ഫോൺ നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറേ സ്ഥലം എവിടെയാ? കോഴിക്കോടാണ് സർ, കോഴിക്കോട്, കാലിക്കറ്റ്, ചാലിയം. ഓക്കെ, അപ്പോൾ നളിൻ സർ താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ എല്ലാവരും മാക്സിമം ഇങ്ങനത്തെ മിത്തുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ദെൻ ടീം മെമ്പേഴ്സ് ഫീഡ്ബാക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെ, അപ്പൊ നമ്മളൊരു സെഷനിൽ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും അറിയിക്കാവോ? പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്യാവോ?
താങ്ക് യു വെരി മച്ച് സർ. ഈ താങ്ക് യു സർ, താങ്ക് യു സർ. ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ഇത് വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ച് വരുന്ന ഒരു മിത്തായിരുന്നു. അതിപ്പോ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞതിനുള്ള വളരെ സന്തോഷം. അത് വളരെ ഇതായിരുന്നു. എല്ലാവരും പല ആൾക്കാരെ ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ലെഫ്റ്റ് ഹാൻഡ് കൂടി ഉപയോഗിക്കാൻ പഠിക്കണം, എന്നാലേ റൈറ്റ് സൈഡിലെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ, ക്രിയേറ്റ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മനസ്സിൽ കയറി ഇരുന്ന സംഭവമാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല. പിന്നെ സാർ ഇപ്പോൾ പറയും ചെയ്തു ഫാക്ട് ഫൈൻഡിങ്, നമ്മൾ ഗൂഗിൾ സെർച്ച് പോയി കഴിഞ്ഞാൽ റിയൽ ഫാക്ട് എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതും നമ്മൾ ഉപയോഗിക്കണില്ല, അത് സത്യമാണ് അത്. എനിവേ താങ്ക് യു സർ, ക്ലാസ് ആയിരുന്നു. Thank you, sir. Thank you, sir. Thank you. Okay, Vincent sir, thank you so much. Magic morning. Yes, sir. Good morning. നന്നായിരുന്നു കേട്ടോ. Thank you, sir. Thank you so much. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ രഹസ്യങ്ങൾ പൊളിക്കുക പറഞ്ഞാല്. Thank you, sir. ഞാന് കുറെ പാരാസൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പെൻഡുലം ഡോർസിങ്, അതേമാതിരി ഓജോ ബോർഡ്, അതേപോലുള്ള സംഭവത്തിന്റെ ബേക്കിൽ എന്താ സംഭവിക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ളതിന്റെ രഹസ്യങ്ങള്. അപ്പൊ അതേപോലുള്ള കുറെ കള്ളക്കളികൾ എന്ന് പറഞ്ഞാല് ചില ആളുകളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ അന്നുണ്ടാക്കിയത് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നു എന്നാണ് യഥാർത്ഥം. അവരുടെ ഒരു നേട്ടം, അവരുടെ ഒരു ഭരണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നേടാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ച ചില ആചാരങ്ങൾ നമ്മൾ ഇന്നും വിശ്വസിച്ചു പോരുന്നു എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ചില വ്യക്തികളെ കണ്ടാൽ അന്ന് റെഡി ആകൂല. ഇപ്പൊ ഗോപികനൊക്കെ രാവിലെ കണി കണ്ടാൽ അന്ന് ശരിയാവില്ല എന്നൊരു വിശ്വാസക്കാരുണ്ട്. ചിലര് ഭയങ്കര നേട്ടാണ് എനിക്ക് ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നേട്ടാണെന്ന് വിശ്വസിക്കുന്നവർക്ക് നേട്ടങ്ങൾ കിട്ടും, അല്ലാന്ന് വിശ്വസിക്കുന്നവർക്ക് കോട്ടങ്ങളും കിട്ടും. ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ് ഇതൊക്കെ എത്തിക്കപ്പെടുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത് അതാണ് ശരിക്ക് നടക്കുന്നത്. എന്നിട്ട് പേര് മറ്റുള്ളവർക്കായിരിക്കും. പൂച്ചന്റെ പേരിലിടും, അല്ലെങ്കിൽ മൈനന്റെ പേരിലിടും, ആരുടെയും പേരിൽ കേസ് കൊടുക്കും. നമ്മള് രക്ഷപ്പെടും എങ്ങനെയും. അതാണ് സത്യത്തിൽ നടക്കേണ്ടത്. താങ്ക് യു സർ. വിശ്വാസം മതല്ലേ എല്ലാം. അതാണ് സംഭവം. ഒരു ഒന്നൊന്നര വിശ്വാസം. നല്ല ക്ലാസ് ആയിരുന്നു സർ. ഞാന് എന്റെ വീട്ടില് ഒരു വിശ്വാസമാണ് എല്ലാവർക്കും, കന്നിമൂലയില് കക്കൂസ് ഉണ്ടായാൽ ഇവിടെ ഐശ്വര്യം കേറൂല. പക്ഷെ ഞാനൊരു 40 വർഷമായി എന്റെ വീട്ടില് കന്നിമൂലയില് കക്കൂസാണ്. എന്റെ വീട്ടിൽ നിന്ന് ഐശ്വര്യം ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. പക്ഷെ കക്കൂസ് വേണമെന്നില്ല. അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുന്ന വെള്ളം പോലും പുറത്തേക്ക് വീഴാൻ പാടില്ല എന്നുള്ള നിയമമാണ്. പാത്രം കഴുകുന്ന വെള്ളം പോലും. നമ്മളിത് വിശ്വസിക്കുമ്പോ ആണ് ഇത് പ്രശ്നം. ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞാനൊരാളോട് പറഞ്ഞേ ഷോവാൾ വെച്ചാ മതി, അപ്പൊ പ്രശ്നം തീരും പറഞ്ഞു. ഷോവാൾ വെച്ചതിന് മൂലല്ലോ, മൂല പോയില്ലേ. Thank you, sir. Okay, thank you, Bashir sir. Then വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ദിവ്യ മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഷീജയ്ക്ക് എന്താ സംശയമുണ്ട്? ഷീജ പറഞ്ഞോളൂ. അല്ല സാർ, നല്ല ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മളിത് പണ്ട് നമ്മളെ പാരന്റ്സ് പറഞ്ഞു കേട്ടിട്ട് അത് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കുട്ടികളോടൊന്നും പറഞ്ഞാൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെയാണ് കുട്ടികൾ നമ്മളോട് പറയുക. അവരാരും ഇത് വിശ്വസിക്കില്ല. ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കുട്ടികള് കുറെ കൂടെ ലോജിക്കലാണ്. നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് അതെന്തേന്ന് ചോദിക്കുള്ളൂ. എന്താ കാരണം, എന്താ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളത് ചോദിച്ചിട്ടില്ല. ഇത് ചെയ്യാൻ പാടില്ല എന്ന്. അല്ല സാർ, നമ്മളെ കാലഘട്ടത്തിൽ ഗൂഗിൾ സെർച്ച് ഇല്ലായിരുന്നു. അതൊരു കാരണമാണ്. ഇന്ന് ഗൂഗിൾ സെർച്ച് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ധൈര്യമാണ്. ഒരു കാര്യം വിശ്വസിക്കില്ല. അവർ പറഞ്ഞു അമ്മ അതിന്റെ രാത്രിയൊക്കെ നഖം വെട്ടുമ്പോ ഞങ്ങൾ പറയും രാത്രി നഖം വെട്ടാൻ പാടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ?
അത് പഴയ കാലത്ത്, കണ്ണ് കാണാത്ത കാലത്ത്, ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് രാത്രി നഖം വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. അല്ലാതെ അതിന് വേറൊരു പ്രത്യേകിച്ചൊന്നുമില്ല. കുട്ടികളിപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുട്ടികളത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരാണ്. ആണ്. ശരിയാണ്. ജെമിനിയോട് ചോദിക്കണേ, ജെമിനിയോട് ചോദിച്ചാൽ മതി, മറുപടി കിട്ടും. ടൈപ്പ് ചെയ്തി വേണ്ട. ജെമിനി അറിയാത്ത ആൾക്കാർക്ക് പറയാ, ജെമിനി എന്ന് പറഞ്ഞത് ഒരു AI സിസ്റ്റമാണ്. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. ജെമിനി എന്ന് പറഞ്ഞ AI സിസ്റ്റമാണ്. നിങ്ങൾ ആ ജെമിനി വരെ പോകേണ്ട ആവശ്യമില്ല, ഗൂഗിളിന്റെ മതി നമുക്ക്. ബിക്കോസ് നമ്മളെല്ലാവരും ഹോം സ്ക്രീനിലും ഉണ്ട് ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞ ഒരു ബാർ. നമ്മൾ അതിന് ട്രെയിനിന്റെ സമയവും മഴയും റെസിപ്പി എന്താണ് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് മാറ്റിയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ അടിച്ചു നോക്കാം. ഇസ് ഇറ്റ് ട്രൂ ദാറ്റ് വി യൂസ് ഓൺലി 10% ഓഫ് അവർ ബ്രെയിൻ നിങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടാവും? താങ്ക് യു മാം, താങ്ക് യു ഫോർ ദ ഫീഡ്ബാക്ക്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. കാരണം നമ്മൾക്ക് നമ്മളുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മളും വിശ്വസിച്ചു പോരുന്നത് ഇത്ര നാള്. അപ്പൊ നമ്മള് മക്കളോട് പറയുമ്പോ തീർച്ചയായിട്ടും അവരത് വിശ്വസിക്കില്ല. നമ്മളത് പ്രൂഫ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോഴും അവര് വിശ്വസിക്കില്ല. അപ്പൊ അവര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. നമ്മളിത് ഇതുവരെ ഗൂഗിളിൽ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് അതിന്റെ സത്യാവസ്ഥ. നല്ല ക്ലാസ് ആയിരുന്നു സർ, വളരെ നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കലേ, ഡൗട്ട്സോ കാര്യമില്ല ക്ലിയർ ചെയ്യണേ ക്ലിയർ ചെയ്യാം കേട്ടോ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് കേൾക്കുന്നുണ്ടോ മോളെ? നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അന്ധവിശ്വാസം എന്താ പറയാ, രാത്രിയില് തല ചീന്തി ഫാൻ കൊല്ലാൻ പാടില്ല, അത് പറയും. അതുപോലെ തന്നെ മുടി മേലെ വാരി വെച്ച് കെട്ടി കിടക്കണം, അല്ലെങ്കിൽ പായ തിന്നും മുടി, ഇങ്ങനെ കുറെ മുടി പായ തിന്നുള്ളു, അപ്പൊ അതുകൊണ്ട് മുടി മേലേക്ക് വെച്ച് കെട്ടണം, അങ്ങനെ പറഞ്ഞിരുന്നു പണ്ടുള്ള ആൾക്കാര്. അതുപോലെ തന്നെ പിന്നെ നമ്മള് കേറി വരുമ്പോ ബാക്കിന്ന് വാതിലടച്ചിട്ട് വേണം കേറി വരാൻ, പിന്നിലൊരു കൈ വേണമെന്ന് പറയാ പെണ്ണുങ്ങൾക്ക്. ബാക്കിൽ വാതിലടയ്ക്കണം, അടച്ചിട്ട് ഇങ്ങോട്ട് കേറി വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. രാവിലെ മിറ്റടിക്കുമ്പോ ആണുങ്ങൾ നീറ്റ് ചെയ്യുന്നതിന് മുന്നേ മിറ്റടിക്കണം. അതുപോലെ തന്നെ നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണി കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തെങ്ങേറ്റക്കാര് വരുന്നാണ്ട, അയ്യോ അന്ന് അപശകുനായി, അവരെ മടാളും ഇതൊക്കെ നമ്മൾ കണ്ട അത് ശകുനം മുടക്കിയായി, അപ്പൊ അത് കാണാൻ പാടില്ല. കിടക്കുമ്പോ ഇടത്തുനിന്ന് എണീക്കാൻ പാടില്ല, കൈ രണ്ടും ചുരുട്ടി കാലിന്റെ തൊടയിൽ വെച്ച് കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഒരുപാട് അന്തരീക്ഷം, അതൊക്കെ നമ്മള് കേട്ട് വളർന്നതാണ്. ഇന്നത്തെ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, അത് ചെയ്ത എന്താ ഉണ്ടാവുക, അത് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അത് ചെയ്താണ്ടാണോ ഇതെന്താ, അത് പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ. മാഡം, നിങ്ങള് ഇതിന്റെ നടുക്ക് ഒരു മിത്ത് പറഞ്ഞല്ലോ, രാവിലെ നീറ്റ് വരുമ്പോ തെങ്ങേറ്റക്കാരനെ കണ്ടാൽ ആ ദിവസം ശരിയാവില്ല. ഈ മിത്ത് ഭയങ്കര സ്പ്രെഡ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇന്ന് നമുക്ക് കേരളത്തിൽ തെങ്ങേറ്റക്കാരെ കിട്ടില്ല. ഇല്ല, ശരിയാണ്. അത്യാവശ്യത്തിനൊന്ന് വിളിച്ചാൽ അവര് വരില്ല. എനിക്ക് തോന്നുന്നു ഈ മിത്ത് ഓവറായിട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് അവരെല്ലാരും ജോലി നിർത്തിന്നാ തോന്നുന്നത്. താങ്ക് യു മാം, താങ്ക് യു. അന്ധവിശ്വാസങ്ങളാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാറ്. കാരണം അന്ധവിശ്വാസങ്ങളൊക്കെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ സർ. ഓക്കെ, എനിവേ നളിൻ സർ, താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ഇവിടെ അനിയനൊക്കെ അമ്മേനിട്ട് വാദിക്കുന്നത് നന്നായിട്ട് ഞാൻ കാണാറുണ്ട്. അതിന്റെ തെളിവ് എന്താന്ന് പറയുന്നത് ഇവര് പറയും. പക്ഷെ അമ്മ പറയും അങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് പറഞ്ഞു തന്നില്ല, അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, അത്രേ അവർക്കും അറിയുള്ളൂ. ഓക്കെ, എനിവേ നളിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നല്ലൊരു സെഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ടീം മെമ്പേഴ്സ് എല്ലാവരുടെ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം.
താങ്ക് യു. Okay, Good day, thank good you, day. thank Thank you, you. Okay, bye. Thank you, Thank you, sir. thank you, sir. Thank thank you you, all. bro, thank you all. Thank you.